നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. കാരുണ്യ മാൻ ഓഫ് ദി ഇയർ 2025 പുരസ്കാരം പത്മശ്രീ ഡോക്ടർ കുര്യൻ മേളാംപറമ്പിലിന്. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ BJP താനിം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡ് അംഗം രാജിവെക്കാതെ വിദേശത്ത് പോയത് വിവാദമാകുന്നു. BJP പ്രതിഷേധ മാർച്ചും പൊതുയോഗവും നടത്തി. വാർത്തകൾ വിശദമായി. പഴുവിൽ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 2025 വർഷത്തെ കാരുണ്യ മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം മേളം ഗ്രൂപ്പ് ചാരിറ്റി സ്ഥാപകൻ പത്മശ്രീ ഡോക്ടർ കുര്യൻ മേളാംപറമ്പിലിന് സമ്മാനിക്കുമെന്ന് സൊസൈറ്റി ഭാരവാഹികളായ മുൻ MLA പ്രൊഫസർ KU അരുണൻ, സജിത് പാണ്ഡാരിക്കൽ, EP സൈമൺ, EVN പ്രേംദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 15ാമത് വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി ഒക്ടോബർ 26 ഞായറാഴ്ച നടക്കുന്ന കാരുണ്യോത്സവം സാംസ്കാരിക പരിപാടിയിൽ അവാർഡ് സമ്മാനിക്കും. അന്നേ ദിവസം ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പഴുവിൽ മിഷൻ ആശുപത്രിയുടെ മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്ര പഴുവിൽ സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ വിൻസെന്റ് ചെറുവത്തൂരിന് ഫ്ളാഗ് കൈമാറി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ V സുഭാഷ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പഴുവിൽ JP സംഗമം ഹാളിൽ ചേരുന്ന സാംസ്കാരികോത്സവത്തിന് സോപാന സംഗീതജ്ഞൻ ഞരളത്ത് ഹരിഗോവിന്ദൻ അരങ്ങുണർത്തും. മുൻ ഹൈക്കോടതി ജസ്റ്റിസ് B കമാൽ പാഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സൊസൈറ്റി രക്ഷാധികാരി മുൻ മന്ത്രി VS സുനിൽകുമാർ അധ്യക്ഷത വഹിക്കും. കാരുണ്യക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലനും കാരുണ്യ ഭവന്റെ തറക്കല്ലിടൽ റിപ്പോർട്ടർ ചാനൽ മാനേജിംഗ് ഡയറക്ടർ ആൻഡോ അഗസ്റ്റിനും നിർവഹിക്കും. കാരുണ്യ മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം പത്തനാപുരം ഗാന്ധി ഭവൻ ചെയർമാൻ ഡോക്ടർ പുനലൂർ സോമരാജ് പത്മശ്രീ ഡോക്ടർ കുര്യൻ മേളാംപറമ്പിലിന് സമ്മാനിക്കും. തുടർന്ന് വിവിധ കലാ സാംസ്കാരിക പരിപാടിയും കൊച്ചിൻ ഇമ കമ്മ്യൂണിക്കേഷന്റെ മെഗാ ഷോയും നടക്കും. വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് പഴുവിൽ JP സംഗമം ഹാളിൽ നടന്ന കാൽനാട്ട് കർമ്മം ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് നിർവഹിച്ചു. വാർഡ് മെമ്പർ NN ജോഷി അധ്യക്ഷത വഹിച്ചു. ഒക്ടോബർ 20 നടക്കുന്ന നാടകോത്സവം സിനിമാ താരം ബാബു നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നാട്ടിക MLA CC മുകുന്ദനും വാർഷികാഘോഷ പരിപാടികൾ അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കരും നിർവഹിക്കും. തിരക്കഥാകൃത്ത് സുനീഷ് വരനാട് അനുസ്മരണ പ്രഭാഷണം നടത്തും. സൊസൈറ്റിയുടെ 15ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം ഒക്ടോബർ 20 മുതൽ 29 വരെ ദിവസവും രാത്രി 7 മണിക്ക് പഴുവിൽ JP സംഗമം ഹാളിൽ നടക്കും. ഒക്ടോബർ 20 കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സിന്റെ അങ്ങാടിക്കുരുവികൾ, 21 അമ്പലപ്പുഴ സാരഥിയുടെ നവജാത ശിശു വയസ്സ് 84, 22 കാഞ്ഞിരപ്പള്ളി അമലയുടെ ഒറ്റ, 23 വള്ളുവനാട് ബ്രഹ്മയുടെ പകലിൽ മറഞ്ഞിരുന്നൊരാൾ, 24 പത്തനാപുരം ഗാന്ധിഭവന്റെ ഗാന്ധി, 25 തൃശൂർ സദ്ഗമയുടെ സൈറൻ, 26 കൊച്ചിൻ ഇമ കമ്മ്യൂണിക്കേഷന്റെ മെഗാ ഷോ, 27 തിരുവനന്തപുരം നവോദയയുടെ സുകുമാരി, 28 തിരുവനന്തപുരം അജന്തയുടെ വംശം, 29 ഗുരുവായൂർ ഗാന്ധാരയുടെ മഗധ എന്നിവയാണ് നാടകങ്ങൾ. 29 നടക്കുന്ന സമാപന സമ്മേളനം സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ ഉദ്ഘാടനം ചെയ്യും. കുറേ വർഷങ്ങളായിട്ട് തന്നെ അതിൻ്റെ ചാരിറ്റി പ്രവർത്തനം വളരെ നല്ല രീതിയിൽ തുടർന്നു വരുന്നൊരു പ്രസ്ഥാനമായിട്ട് മാറി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിനകത്ത് നമുക്കറിയാം നിർധനരായ ഒരുപാട് രോഗികളുണ്ട്. അവരെ സഹായിക്കുന്ന ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ നിർധന വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങളിൽ കുറേ ഇടപെടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള എനിക്ക് തന്നെ വളരെയധികം സന്തോഷമുണ്ട് അവരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനം സാധിക്കുന്നത്. വോട്ട് കൊള്ളയ്ക്കെതിരെ മഹിളാ കോൺഗ്രസ് അന്തിക്കാട് മണ്ഡലം കമ്മിറ്റി അന്തിക്കാട് നടയിൽ വോട്ട് ചോരി സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി. കോൺഗ്രസ് അന്തിക്കാട് മണ്ഡലം പ്രസിഡന്റ് KB രാജീവ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് P തങ്കമണി അധ്യക്ഷയായി. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റിസിയ ഹബീബ് മുഖ്യപ്രഭാഷണം നടത്തി. ഗൗരി ബാബു, മോഹൻദാസ്, E രമേശൻ, അഡ്വക്കേറ്റ് സുരജ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മിനി ആൻഡോ, ശാന്ത സോളമൻ, N ബാലഗോപാലൻ, U നാരായൺകുട്ടി എന്നിവർ സംസാരിച്ചു.
തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വലപ്പാട് 20-ാം വാർഡിൽ SC ഫണ്ട് 20,50,000 രൂപ ചിലവഴിച്ചുകൊണ്ട് പണിതീർത്ത സംസ്കൃതി സാംസ്കാരിക നിലയം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, തളിക്കുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിമിഷ അജീഷ്, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത്, ബ്ലോക്ക് മെമ്പർമാരായ KB സുധ, ജുബി പ്രദീപ്, വസന്ത ദേവലാൽ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രില്ല സുധി, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ വൈശാഖ് വേണുഗോപാൽ, അനിത കാർത്തികേയൻ, EP അജയ് ഘോഷ്, BK മണിലാൽ, KK പ്രഹർഷൻ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വലപ്പാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം നടന്നു. കഴിമ്പ്രം ബീച്ച് നെടിയിരിപ്പിൽ NR പ്രകാശിന്റെ വസതിയിൽ നടന്ന കുടുംബ സംഗമം KSSPU തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CK മധു മാസ്റ്റർ അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി BN ജയാനന്ദൻ, ബ്ലോക്ക് ട്രഷറർ TK ഹരിദാസ്, യൂണിറ്റ് സെക്രട്ടറി MV രാധാകൃഷ്ണൻ, NR പ്രകാശൻ, CR ഗണേഷ്, ED ആശാലത, KV ജയൻ, PV സുഷമ, TMC രാജൻ, PB സജിത, NK അശോകൻ, മേരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ക്വിസ് മത്സരം, വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. നമ്മുടെ അറിവും മറ്റു കാര്യങ്ങളും വർദ്ധിപ്പിക്കാനായിട്ട് ക്വിസ് മത്സരങ്ങൾ നടത്താൻ ആശയമാറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും വരണം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും നേടിയെടുത്തവ സംരക്ഷിക്കാനുമായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ സംഘടനയുടെ അംഗസംഖ്യ വർദ്ധിപ്പിച്ച് ഈ സംഘടനയുടെ നിലനിർത്തേണ്ടത് വലിയ അത്യാവശ്യമാണ്. ആ കാര്യം കൂടി ഉൾക്കൊണ്ട് എല്ലാവരും കൂട്ടായ്മയോടുകൂടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൃപ്രയാർ ലയൺസ് ക്ലബിൽ സൗജന്യ നേത്ര പരിശോധന ശസ്ത്രക്രിയ ക്യാമ്പ് നടന്നു. തൃപ്രയാർ ലയൺസ് ക്ലബിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാസത്തിൽ 2ാമത്തെ ഞായറാഴ്ചകളിൽ നടത്തുന്ന സൗജന്യ നേത്ര പരിശോധന ക്യാമ്പാണ് കൊച്ചിൻ ഐ ഫൗണ്ടേഷനുമായി സഹകരിച്ച് നടത്തുന്നത്. സേവന പ്രവർത്തനങ്ങൾക്ക് തൃപ്രയാർ ക്ലബ് പ്രസിഡന്റ് PK ഏകലവ്യൻ, സെക്രട്ടറി ശ്യാം പത്തായക്കാട്ടിൽ, ട്രഷറർ യമുന പ്രതാപൻ കളത്തിൽ, NM സുരേഷ്, സുഭാഷ് ഞാറ്റുവെട്ടി, സാനി ജോസഫ്, VS വ്യാസബാബു, AA ആന്റണി, KK രാമചന്ദ്രൻ, വേണുഗോപാൽ, ബിന്ദു സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ച കണ്ണുപരിശോധന നടത്തുന്നുണ്ട്. സൈറ്റ് ഫസ്റ്റ് ക്യാമ്പ് ഇത് 30 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യജ്ഞമാണ്. ഇത് 364ാമത്തെ സൈറ്റ് ഫസ്റ്റ് ക്യാമ്പാണ്. ഇവിടെ വരുന്ന രോഗികളുടെ കണ്ണ് പരിശോധിച്ച് ആവശ്യമായ ചികിത്സ നിർദ്ദേശിക്കും. ഓപ്പറേഷൻ ആവശ്യമുള്ളവർ ഇവിടെ നിന്ന് കൊച്ചിൻ ഐ ഫൗണ്ടേഷനായിട്ട് അസോസിയേറ്റ് ആയിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MPയെ മർദ്ദിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സംഗമവും നടത്തി. വാടാനപ്പള്ളി സെന്ററിൽ നടന്ന പ്രകടനത്തിന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KS ദീപൻ മാസ്റ്റർ, DCC ജനറൽ സെക്രട്ടറി KK ബാബു, DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ്, മണ്ഡലം പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് MA മുസ്തഫ, MB സൈദു മുഹമ്മദ്, PP സ്റ്റീഫൻ മാസ്റ്റർ, ജെൻസൺ ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് വാടാനപ്പള്ളി സെന്ററിൽ നടന്ന പ്രതിഷേധ സംഗമം DCC ജനറൽ സെക്രട്ടറി KK ബാബു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KS ദീപൻ അധ്യക്ഷത വഹിച്ചു. CM നൌഷാദ്, അഡ്വക്കേറ്റ് MA മുസ്തഫ, ജെൻസൺ ജെയിംസ് എന്നിവർ സംസാരിച്ചു. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പ്രതിഷേധിച്ച് പ്രതിഷേധാഗ്നി തെളിയിച്ചു. കേരളത്തിലെ തെരുവീതികളിൽ 10,000-കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ നീതി ലഭിക്കുന്നതിന് വേണ്ടി തെരുവിലിറങ്ങിയിരിക്കുന്നു. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവ്, വടകരയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെയൊക്കെ ചങ്ക് എന്ന് പറയുന്ന ഷാഫി പറമ്പിൽ അതിക്രൂരമായി പോലീസ് തല്ലിച്ചതച്ചിരിക്കുന്നു. അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിനകത്ത് സംഘപരിവാർ ശക്തികൾക്കെതിരായുള്ള ശബ്ദമാണ്. കേരളത്തിലെ രാഷ്ട്രീയ ഫാസിസത്തിന്റെ ഉപജ്ഞാതാക്കളായ CPM-നെതിരെയുള്ള ശക്തി സ്രോതസ്സാണ്.
വടകരയിൽ 1,17,000 വോട്ടിന് ടീച്ചറമ്മയെ തോൽപ്പിച്ച കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാവാണ് ഷാഫി പറമ്പിൽ. അന്ന് തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും BJPക്കും ഒരു ചൊറിച്ചൽ. ടീച്ചറമ്മയെ തോൽപ്പിച്ച ഷാഫി പറമ്പിലിനെ സംസ്ഥാനത്ത് കെട്ടുകെട്ടിക്കാൻ ഏറെ നാളായി സംഘപരിവാറും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തീവ്രമായ യജ്ഞത്തിനാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. തിരികെ വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും വേണ്ടിയുള്ള വികസന സദസ്സിന്റെ ഭാഗമായി വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ പ്രാദേശിക തൊഴിൽ മേള സംഘടിപ്പിച്ചു. EMS സാംസ്കാരിക നിലയത്തിൽ നടത്തിയ ചടങ്ങ് തലക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസിയ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രന്യ ബിനേഷ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി IP പീതാംബരൻ എന്നിവർ സംസാരിച്ചു. 20 കമ്പനികളുടെ പ്രതിനിധികൾ തൊഴിൽ മേളയ്ക്ക് എത്തി. എല്ലാവർക്കും വീട് സ്ഥലം കൊടുക്കുന്നത് പോലെ തന്നെ എന്റെ തൊഴിൽ, എന്റെ അഭിമാനം, എല്ലാ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ രംഗത്ത് വരികയാണ്. ഈ തൊഴിൽ ഭരണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു. തലക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ തൃപ്രയാർ ശ്രീരാമ പോളിടെക്നിക്കിലെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇതേപോലെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തു. വിദേശത്തും സ്വദേശത്തുമുള്ള കമ്പനികൾ നേരിട്ട് ഹാജരായി. 42 പേരാണ് ഇന്റർവ്യൂവിൽ പങ്കെടുത്തത്. 38 പേർക്ക് തൊഴിൽ അപ്പം തന്നെ വിദ്യാർത്ഥികൾ കിട്ടി. കാഞ്ഞാണി ആനക്കാട് ശ്മശാനം റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. MR മോഹനൻ, KV വിനോദൻ, KV ഡേവിസ്, സാജൻ മുടവങ്ങാട്ടിൽ, TD ജോസ്, VV പ്രഭാത്, ഗിരിജ രാമചന്ദ്രൻ, ഷാനി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഇവിടുത്തെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് അരുണും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സൈമൺ തെക്കത്ത് അടക്കമുള്ള ആളുകൾ പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിനകത്ത് ഈ റോഡിന്റെ പേരെന്താണെന്നെങ്കിലും അവരൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഞാനും വിനോദനടക്കമുള്ള ആളുകൾ ഈ പഞ്ചായത്തിൽ പ്രസിഡന്റുമാരായിട്ടിരുന്ന ആളുകളാണ്. ആ കാലഘട്ടത്തിലാണ് മണലൂർ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്തിന് വിട്ടുകിട്ടിയ എല്ലാ സ്ഥലങ്ങളും റോഡുകളായി കിടക്കുന്ന പൊതു വഴികളെല്ലാം പഞ്ചായത്തിന്റെ ആസ്തി വികസന രജിസ്റ്ററിനകത്ത് പേരോടുകൂടി കൃത്യമായ രീതിയിലുള്ള അളവ് സഹിതം അളവെടുക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിച്ചത് ഈ മണലൂർ നിയോജക മണ്ഡലത്തിലെ
ITIയിലെ വിദ്യാർത്ഥികളാണ്. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ 16ാം വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. പഴയ ഈ ബെഞ്ചിലിരുന്ന് പഠിച്ച കുട്ടികളെ പോലെ ഇപ്പോഴും ഈ ബെഞ്ചിലിരുന്നു കൊണ്ട് സംസാരിക്കാനും നമ്മുടെ അനുഭവങ്ങൾ പങ്കിടാനും കിട്ടിയുള്ള മഹനീയമായിട്ടുള്ള സ്വർഗീയമായിട്ടുള്ളൊരു ഒരു വേദി. ഈ വേദിയിൽ എല്ലാവർക്കും സംസാരിക്കാനും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും സാധിക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് കാലം നമുക്കൊക്കെ ഇതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പെരുങ്ങോട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ 16ാം വാർഷിക ആഘോഷം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പ്രസിഡന്റ് VK പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, സീനിയർ അംഗം PK പത്മനാഭൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. രക്ഷാധികാരി TS മോഹൻദാസ് മെറിറ്റ് അവാർഡ് വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് പ്രകാശൻ കണ്ഠങ്ങത്ത്, സെക്രട്ടറി TK പീതാംബരൻ, ഗജാൻ G ബാബു വിജയകുമാർ, രക്ഷാധികാരികളായ സത്യൻ മേലെടത്ത്, CT ജോസ്, പ്രിൻസിപ്പൽ ബിന്ദു PS, ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് ഗീത സിയ, ലോവർ പ്രൈമറി ഹെഡ് മിസ്ട്രസ് ശ്രീദേവി A, ഹയർ സെക്കൻഡറി PTA പ്രസിഡന്റ് സുനിത ജയരാജൻ, ലോവർ പ്രൈമറി PTA പ്രസിഡന്റ് സുഖേന്ദു സെൻ, ജോയിന്റ് സെക്രട്ടറി P രാജൻ, വൈസ് പ്രസിഡന്റ് VK മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. വലിയ കാര്യം എന്ന് പറയുന്നത് ഒരു സംഘടന അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞാൽ സ്പർദ്ധയും വൈരാഗ്യവും ദ്വേഷവും ഇല്ലാതെ പരസ്പരം സ്നേഹിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് മാക്സിമം പോസിറ്റീവായി ചിന്തിക്കുക, നെഗറ്റീവ് ആകാതിരിക്കുക. മണലൂർ പഞ്ചായത്തിലെ ആനക്കാട് ശ്മശാനം റോഡിൽ മെയിൻ പൈപ്പ് പൊട്ടി വെള്ളം പോകുന്നത് തടഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിലിന്റെ അടിയന്തര ഇടപെടൽ മൂലമാണ് ശക്തമായ വെള്ളമൊഴുക്ക് തടയാൻ കഴിഞ്ഞത്. മെമ്പർ എന്ന രൂപത്തിൽ എനിക്കെതിരായിക്കൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കേണ്ടായി. ഇവിടെ കഴിഞ്ഞ ദിവസം ഭൂമിക്കടിയിലുണ്ടായിരുന്ന മർദ്ദത്തിൻ്റെ ഭാഗമായി ഇവിടെ തൃക്കുന്നത്ത് ടാങ്കിലേക്ക് പോകുന്ന പീച്ചിയിൽ നിന്ന് പോകുന്ന വലിയൊരു പൈപ്പ് ലൈൻ പൊട്ടുകയും വെള്ളം നല്ലപോലെ പുറത്തേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അതുണ്ടായ സമയം മുതൽ ആ വിഷയത്തിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തിയൊരു മെമ്പറാണ് മണലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്ന രൂപത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ഇതറിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ആ സ്ഥലത്ത് വാഴ വെക്കുകയും ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയും മെമ്പർക്കെതിരായി കൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ഒരു ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു പാർട്ടി എന്നുള്ള രൂപത്തിൽ കോൺഗ്രസ് വാഴ വെച്ച് റോഡ് തടസ്സപ്പെടുത്തുകയല്ല ആയിരുന്നു വേണ്ടത്. മറിച്ച് ആ വെള്ളം വരുന്നത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തടസ്സം നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വത്തിൽ ഇവിടെ നടത്തിയത്. ഇവിടെ മണലൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ്സാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി തക്കതായിട്ടുള്ള ഇടപെടൽ അതാത് സമയങ്ങളിൽ നടത്തേണ്ട ഒരു പാർട്ടി. പക്ഷേ ആ രൂപത്തിൽ ഒരു ഇടപെടൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നോ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായില്ല. തളിക്കുളം NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും തളിക്കുളം പുറക്കോട്ട് ഭാർഗവി അമ്മ മെമ്മോറിയൽ NSS കരയോഗം ഹാളിൽ ചേർന്നു. ചാവക്കാട് താലൂക്ക് NSS യൂണിയൻ വൈസ് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നിലവിലെ ഏറ്റവും മികച്ച കരയോഗമായിട്ട് അവാർഡ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന കരയോഗമാണ്. അങ്ങനെ മികച്ച കരയോഗത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ആ കരയോഗത്തിൻ്റെ പ്രവർത്തന മേഖലകളെല്ലാം മറ്റ് കരയോഗങ്ങളെക്കാൾ മികച്ചു നിൽക്കുന്നത് കൊണ്ടാണ് അതിലേക്ക് അർഹമാകുന്നത്. അതിൽ ചില കരയോഗങ്ങൾ 4-5 വർഷം ഒന്നാം സ്ഥാനത്ത് തുടർന്നവരെ നമ്മൾ മാതൃകാ കരയോഗങ്ങൾ എന്ന നിലയിലേക്ക് മാറ്റുകയും അവരെ പിന്നീട് ഈ അവാർഡിന് പരിഗണിക്കാതെ മാറ്റി നിർത്തുന്നതുകൊണ്ട് പിന്നീട് വരുന്ന സ്ഥാനം അനുസരിച്ചാണ് ഏറ്റവും മികവുള്ള കരയോഗങ്ങൾക്ക് അവാർഡുകൾ കൊടുത്തു വരുന്നത്. കരയോഗം പ്രസിഡന്റ് P ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് താലൂക്ക് യൂണിയൻ സെക്രട്ടറി MK പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. കരയോഗം സെക്രട്ടറി ക്യാപ്റ്റൻ P ശശിധരൻ നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. NSS പ്രതിനിധി സഭ മെമ്പർമാരായ അഡ്വക്കേറ്റ് C രാജഗോപാൽ, PV സുധാകരൻ, ചാവക്കാട് താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് ബിന്ദു നാരായണൻ, താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ V കൃഷ്ണകുമാർ,
ടി സുധീർ ദാസ്, കരയോഗം വനിതാ സമാജം പ്രസിഡന്റ് ടി നിർമ്മല ടീച്ചർ, വനിതാ സമാജം സെക്രട്ടറി ലതിക രവീന്ദ്രനാഥ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കരയോഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഇനിയൊരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ BJP താന്യം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ചും വിശദീകരണ യോഗവും നടത്തി. തൃപ്രയാർ കിഴക്കേ നടയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ അനേകം ഭക്തരും പ്രവർത്തകരും പങ്കെടുത്തു. പെരിങ്ങോട്ടുകര 3 കുടിയ സെന്ററിൽ നടന്ന വിശദീകരണ യോഗം എറണാകുളം മേഖലാ സെക്രട്ടറി പ്രിന്റു മഹാദേവൻ ഉദ്ഘാടനം ചെയ്തു. കോടിക്കണക്കിനായ ഭക്തർ വർഷങ്ങളായി ഭക്തിയോടെ തൊഴുതു വന്നിരുന്ന ക്ഷേത്രമാണ് കളങ്കിതമാക്കിയത്. ഇതിന് കൂട്ടുപിടിച്ച ദേവസ്വം മന്ത്രി രാജിവെച്ചൊഴിഞ്ഞ് സമഗ്രമായ അന്വേഷണം നേരിടണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഭക്തജനങ്ങളുടെ വികാരം മാനിച്ച് കുറ്റക്കാർക്കെതിരെ എത്രയും പെട്ടെന്ന് നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് രാധിക സിയാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ടി ഉണ്ണികൃഷ്ണൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് പി കൃഷ്ണനുണ്ണി, ജില്ലാ സമിതി അംഗങ്ങളായ സിദ്ധൻ പറയങ്ങാട്ടിൽ, NS സുഗുതൻ, റുഖിയ സുരേന്ദ്രൻ, മണ്ഡലം ഭാരവാഹികളായ ജനറൽ സെക്രട്ടറി രതീഷ് TG, പഞ്ചായത്ത് പ്രസിഡന്റ് വിനോബ് VV, സെക്രട്ടറി കവിത ഷൺമുഖൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് നിഷ പ്രവീൺ, സെക്രട്ടറി NS ഉണ്ണിമോൻ എന്നിവർ നേതൃത്വം നൽകി. അതേസമയം തന്നെ ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും എല്ലാ ദിവസവും ഓരോ ദിവസവും മന്ത്രിമാരടക്കം അപമാനിക്കുകയാണ്. ഈ ആദരണീയനായിട്ടുള്ള പിണറായി വിജയൻ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഈ പന്തളത്ത് പമ്പയിലൊക്കെ വലിയ സംഗമം നടത്തിയപ്പോൾ നമ്മളത് പറയും ജനങ്ങളെ കണ്ണിപ്പൊടിയിടാനാണ്. അയ്യപ്പനോടോ ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസത്തോടോ ഒരു തരത്തിലും നീതി പുലർത്താത്ത ഒരു സർക്കാരും അതിനെ എല്ലാ കാലഘട്ടത്തിലും എതിർത്തിട്ടുള്ള പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹം ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട്, പ്രസാദം പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് അതിന്റെ ഉദ്ഘാടനം ചെയ്യണമെന്ന സമയത്ത് തൊട്ടപ്പുറം ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ നിന്നുകൊണ്ട് അവിടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ച മഹാനാണ്. തൃപ്രയാർ കിഴക്കേനട മഹാത്മാ ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ മുൻ പ്രസിഡന്റ് PK സോമസുന്ദരത്തിന്റെ 600ഓളം പുസ്തകങ്ങൾ ഉൾപ്പെടുന്ന പുസ്തകശേഖരം മഹാത്മാ ക്ലബ് ആൻഡ് ലൈബ്രറിക്ക് കൈമാറി. പെരിങ്ങോട്ടുകരയിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം മുൻ MLA പ്രൊഫസർ KU അരുണൻ നിർവഹിച്ചു. ഞാനും കേട്ടിരിക്കാൻ പറ്റില്ല, ഞങ്ങൾ തിരുത്തി പാവക്കൂത്തല്ല ഡോൾസ് ഹൗസ് എന്നുള്ള ഇബ്സന്റെ പുസ്തകങ്ങൾ. അതിന് എന്തായാലും പാവക്കൂത്ത് എന്ന് പറയാൻ പറ്റില്ല, പാവക്കൂട് എന്ന് പറയാം. അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ ഒന്നാണ് ഈ അശോകേട്ടനായിട്ടും ഒക്കെ ഉള്ളത്. സോമേട്ടനൊക്കെയായിട്ടുള്ള ഓർമ്മയിൽ ഏറ്റവും നല്ലൊരു ഓർമ്മ ഇങ്ങനത്തെ ചില തെറ്റ് തിരുത്തലുകൾ നിൽക്കുമല്ല. മറ്റാൾ പറഞ്ഞാൽ വിദ്യയായിട്ടൊന്നുമല്ല കേട്ടോ, അങ്ങനെ പറഞ്ഞ് പാവക്കൂത്ത് എന്ന് പറഞ്ഞ് പോവുമല്ലോ. അപ്പോൾ എല്ലാവരോടും ഇപ്പോൾ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. സോമേട്ടനൊക്കെ ചൂണ്ടിക്കാണിച്ചു തന്ന പോലുള്ള ജീവിത പന്ഥാവിലൂടെ ദീർഘദൂരം മുന്നോട്ട് പോവുക. പോകുമ്പോൾ എപ്പോഴും എനിക്കൊരു രാഷ്ട്രീയ നേതാവുണ്ടായിരുന്നു. അയാൾ കാട്ടൂര് ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഓഫീസിലിരിക്കുമ്പോഴേ തിരുഭ്രാന്തൻ ഒരു ലീഡറാ. തിരുഭ്രാന്തൻ എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനെന്ന് അർത്ഥമുള്ള ഈ ഭ്രാന്തം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റിദ്ധരിക്കുക കേട്ടാ. ഞാൻ ഭ്രാന്തൻ എന്നൊക്കെ പറഞ്ഞ നല്ല മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ ഇപ്പം നിങ്ങൾക്ക് ഇരുട്ടിൻ്റെ ആത്മാവ് ഓർമ്മയില്ലേ? MTയുടെ ദാഹിച്ച് സ്നേഹം, അമ്മൂനോട് സ്നേഹമാണ്. അമ്മൂനെ പക്ഷെ എല്ലാ ആൾക്കാർക്കും കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ഇയാള് ഭ്രാന്തം നിറഞ്ഞിട്ട് ചങ്ങരക്കിട്ടാൽ അമ്മൂനെ കാണാനില്ല. അമ്മൂനെ കാണണ്ടേ? തൻ്റെ ആത്മാവിൻ്റെ ഒരു ഭാഗം അമ്മൂണ്. അമ്മ എവിടെ പോയി? അമ്മൂനെ ഒരിടത്തും കാണാനില്ല.
അപ്പം പിന്നെ വേഗം ഇയാളെ ചങ്ങലക്കിട്ടിക്കായിരുന്നു, ചങ്ങല പൊട്ടിക്കണല്ലോ. ലൈബ്രറി പ്രസിഡന്റ് ഇ ബാലഗോപാലൻ അധ്യക്ഷനായി. ചടങ്ങിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം ഷീല വിജയകുമാർ അനുസ്മരണം നടത്തി. ഡോക്ടർ കെ വിഷ്ണുഭാരതീയ സ്വാമികൾ സ്നേഹാനുഗ്രഹവും പുസ്തക കൈമാറ്റവും നടത്തിയ ചടങ്ങിൽ തൃശൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ വീട്ടുമുറ്റത്ത് ഒരു സദസ്സ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. BA റാങ്ക് ജേതാവ് PY ശ്രേയസിനെ താന്യം ഗ്രാമപഞ്ചായത്ത് മെമ്പർ രതി അനിൽകുമാർ ആദരിച്ചു. അജയൻ പൊറ്റേക്കാട്ട്, സിദ്ധൻ പറയങ്ങാട്ടിൽ, സജിത് പാണ്ഡാരിക്കൽ, C പ്രേംകുമാർ, വിനോദ് നടുവത്തേരി, PS പ്രസീദ്, UP കൃഷ്ണനുണ്ണി, സതീദേവി ടീച്ചർ എന്നിവർ സംസാരിച്ചു. കാക്കാത്തിരുത്തി പള്ളിവളവിൽ ചരക്ക് ലോറിയും കാറും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇരിഞ്ഞാലക്കുട ഭാഗത്തേക്ക് പോയിരുന്ന ചരക്ക് ലോറിയാണ് പള്ളിവളവിൽ വെച്ച് എതിരെ വന്നിരുന്ന കാറിൽ ഇടിച്ചത്. കാറിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എടത്തിരുത്തി സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. ഞായറാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിൽ ദുർഭരണമെന്നാരോപിച്ച മുസ്ലിം ലീഗ് എടത്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. ചന്ദ്രാപിന്നി ചിറക്കൽപ്പള്ളി പരിസരത്ത് നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് SA സിദ്ദിഖ്, ജാഥ ക്യാപ്റ്റൻ EK മുഹമ്മദ് ഹാജിക്ക് ഫ്ളാഗ് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. പദയാത്ര ചാമക്കാല 3 കൂടിയ സെന്ററിൽ സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ ജംഷീർ അലി ഹുദവി മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ മൻസൂർ അന്ധാർത്തറ, KS അനിൽകുമാർ, PK മുഹമ്മദ് അലി ഹാജി, PK ഷംസുദ്ദീൻ, PA മൊയ്തു, ഹുസൈൻ പടിയത്ത, PK ഹംസ, VM സൈഫുദ്ദീൻ, PM നൌഷാദ്, സജിത പുതിയ വീട്ടിൽ, രഹ്ന റഷീദ്, AV ഗിരിജ, സലീം പുഴക്കുളം, മുഹമ്മദ് നബീൽ തുടങ്ങിയവർ പങ്കെടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഘാട്ടിയൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ മെഗാ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും നടത്തി. 3 പീടിക വ്യാപാര ഭവൻ ഹാളിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പ് കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഇൻചാർജ് MS സിദ്ദിഖ് അധ്യക്ഷനായി. ഗാർഡിയൻ ആശുപത്രി ഡയറക്ടർ ബിനി സുധീർ, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഹമീദ്, വാർഡ് മെമ്പർ ബീന സുരേന്ദ്രൻ, 3 പീടിക യൂണിറ്റ് വനിതാ വിംഗ് പ്രസിഡന്റ് KB ബീന, യൂത്ത് വിംഗ് സെക്രട്ടറി സമദ്, യൂണിറ്റ് ട്രഷറർ ഖമറുൽ ഹഖ്, സെക്രട്ടറി KR സത്യൻ, പ്രസിഡന്റ് MKM ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. ഹോസ്പിറ്റലുകളെ ആശ്രയിക്കാതെ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും അവർക്ക് മരുന്ന് ലഭ്യം ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു പ്രധാന കാര്യമാണ്. അത് ഏറ്റെടുത്ത് ചെയ്യുന്ന ഏത് സാമൂഹ്യ പ്രവർത്തകരായാലും അതുപോലെ തന്നെ ഏകോപന സമിതികളായാലും ഒക്കെ തന്നെ വളരെ പ്രശംസ അറിയിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൽ ആരോഗ്യപരമായിട്ട് ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, അതുപോലെ തന്നെ ഹോമിയോ ഹോസ്പിറ്റലുണ്ട്, കൂൽക്കുഴി ഹോസ്പിറ്റലുണ്ട്. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡ് മെമ്പർ രാജിവെക്കാതെ വിദേശത്ത് പോയതിലും വാർഡിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിലും പ്രതിഷേധിച്ച് BJP മാർച്ചും പൊതുയോഗവും നടത്തി. ചേലോട് പാലം പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ ഉദ്ഘാടനം ചെയ്തു. ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ പരാജയപ്പെടുമെന്ന ഭയത്താലാണ് മെമ്പർ രാജിവെക്കാതെ വിദേശത്ത് പോയതെന്ന് അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് രാജ് ആക്ട് ദുരുപയോഗം ചെയ്ത് 6 മാസം അവധിയെടുക്കുകയും അതിനുശേഷം പഞ്ചായത്ത് യോഗങ്ങൾ തുടർച്ചയായി പങ്കെടുക്കാതെ വിദേശത്ത് കഴിയുന്ന മെമ്പർ അയോഗ്യനാക്കണമെന്നും ആവശ്യമുണ്ട്. യുവമോർച്ച സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് അഖിൽ ദാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ BJP മണലൂർ മണ്ഡലം പ്രസിഡന്റ് KS ധനീഷ്, BJP പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു പ്രേംലാൽ, ജനറൽ സെക്രട്ടറി മുകുന്ദൻ IK, ഗ്രാമപഞ്ചായത്ത് അംഗം സന്തോഷ് പണിക്കശ്ശേരി, മണ്ഡലം ഭാരവാഹികൾ ആയ ജയേഷ് മാധവൻ, VR രമേശ്, J രമാദേവി എന്നിവർ സംസാരിച്ചു. 7ാം വാർഡിൽ ഗ്രാമപഞ്ചായത്ത് അംഗം എന്ന വാർഡ് മെമ്പർ എന്ന ആ സ്ഥാനം അത് നഷ്ടപ്പെട്ടിട്ട് ഏകദേശം 2 വർഷത്തോളമായി. 7ാം വാർഡിലെ ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമീപിക്കുവാൻ വേണ്ടി ഒരു മെമ്പറെ നഷ്ടപ്പെട്ടിട്ട് 2 വർഷമായിരിക്കുന്നു. ഈ 2 വർഷക്കാലത്തിനുള്ളിൽ നിരവധികളായിട്ടുള്ള വിഷയങ്ങളിൽ അവർക്ക് സമീപിക്കേണ്ട, അവർക്ക് സഹായം ചെയ്യേണ്ട ആ മെമ്പർ ഒരാളോടും ഒരു വാക്കുപോലും പറയാതെ ഈ നാട് വിട്ടിട്ട് 2 വർഷം തികയുകയാണ്. ഈ സമയത്ത് നിരവധികളായിട്ടുള്ള പൊതുപ്രശ്നങ്ങളും
നിരവധികളായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഈ നാട്ടിലെ ജനങ്ങൾ നേരിടേണ്ടി വന്നു. ഇവിടെ ജനങ്ങൾ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ഗതാഗത പ്രശ്നമാണ്. കാരമുക്ക് ചിറ്റിലിപ്പള്ളി വൈദ്യക്കാരൻ ജോയ് ഭാര്യ മേരി അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ അന്ത്യശുശ്രൂഷ കർമ്മങ്ങൾക്ക് ശേഷം കണ്ടശാങ്കടവ് സെന്റ് മേരീസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടത്തി. മക്കൾ തോമസ്, വർഗീസ്, ജോസഫ്, ജാൻസി. മരുമക്കൾ എലിസബത്ത്, ഡാർലി, സീന, സാജൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാരുണ്യ മാൻ ഓഫ് ദി ഇയർ 2025 പുരസ്കാരം പത്മശ്രീ ഡോക്ടർ കുര്യൻ മേളാം പറമ്പിലിന്. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ BJP താനിം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡ് അംഗം രാജിവെക്കാതെ വിദേശത്ത് പോയത് വിവാദമാകുന്നു. BJP പ്രതിഷേധ മാർച്ചും പൊതുയോഗവും നടത്തി. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.